തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെയും വിമാനത്താവളത്തിലെയും ബോംബ് ഭീഷണി കേസിൽ പോലീസിനെ വട്ടം കറക്കി സന്ദേശമയച്ച തെലങ്കാന സ്വദേശി പ്രതി അടിക്കടി ലൊക്കേഷൻ മാറുന്നത് പോലീസിനെ കുഴപ്പിക്കുകയാണ്. നിലവിൽ ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ സെക്കന്ദരാബാദിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് കേരള പോലീസിന്റെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ ഭീഷണി സന്ദേശം എത്തിയത്. അഷിൻ ഡിയാഗോ നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് അഷിൻ ഡിയാഗോ. ഇയാൾ ഒരു സൈക്കോയാണോ? പോലീസിനെ ആകെ കുഴയ്ക്കുകയാണോ? സുജി, അങ്ങനെ വേണം മനസ്സിലാക്കാൻ. കാരണം പോലീസിന് പിടി നൽകാതെ ഈ സന്ദേശം അയച്ച് എന്ന് കരുതുന്ന വ്യക്തി അദ്ദേഹം ഇങ്ങനെ മാറി മാറി തന്റെ ലൊക്കേഷൻ അടിക്കടി മാറുന്നത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് വലിയൊരു വെല്ലുവിളിയാണ് ഉണ്ടാക്കുന്നത്. കാരണം തെലങ്കാന പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെ 3 ഉദ്യോഗസ്ഥർ തെലങ്കാനയിലെത്തി ഇയാൾക്ക് വേണ്ടി പരിശോധന നടത്തുന്നതും. ഇയാൾ അടിക്കടി പോലീസിന്റെ സാന്നിധ്യം മനസ്സിലാക്കി തന്റെ സ്ഥാനങ്ങൾ ലൊക്കേഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ആദ്യഘട്ടത്തിൽ ഇയാൾ തെലങ്കാന സ്വദേശിയാണ് എന്നൊരു കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തമ്പാനൂർ സ്റ്റേഷനിലെ SI അടക്കമുള്ള 3 അംഗ സംഘം തെലങ്കാനയിലേക്ക് എത്തി ഇയാൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നത്. തിരച്ചിൽ നടത്തി പിന്നീട് തന്നെ ഇയാൾ അതിനടുത്ത് തന്നെയുള്ള അനന്തപൂർ എന്നൊരു സ്ഥലത്തുണ്ട് എന്ന വിവരം ലഭിക്കുന്നു. തുടർന്ന് അനന്തപൂരിലേക്ക് എത്തി പോലീസ് വിശദമായി തന്നെ പരിശോധന നടത്തിവരികയായിരുന്നു. ഇതിനിടയിലാണ് ഇയാൾ ഈ സന്ദേശം അയച്ചെന്ന് കരുതപ്പെടുന്ന ആൾ അവിടെ നിന്നും സ്ഥലം മാറി മറ്റൊരിടത്തേക്ക് മാറിയിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ മാറി മാറി നിലവിൽ ഇയാൾ സിക്കന്ദരാബാദിലുണ്ട് എന്നൊരു വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിന് വേണ്ടി ഈ സിക്കന്ദരാബാദിൽ ഇപ്പോൾ വ്യാപകമായ വലിയ രീതിയിലുള്ള തിരച്ചിലാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇയാളിലേക്ക് ഡയറക്റ്റായിട്ട് എത്തുന്ന കാര്യങ്ങളൊന്നും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഊഹാപോഹങ്ങൾ വെച്ചും അവിടെയുണ്ട് എന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വെച്ചുമാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നതും. ഉടൻ തന്നെ ഇയാളെ പിടിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയിലാണ് പോലീസും ഉള്ളത്. കഴിഞ്ഞ 12-ാം തീയതിയാണ് ഇത്തരത്തിൽ 2 ഇടങ്ങളിൽ സ്ഫോടനം ഉണ്ടാകും എന്നൊരു ഭീഷണി സന്ദേശം പോലീസിന് ലഭിച്ചത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലും 32 മണിക്കൂറിനിടെ സ്ഫോടനങ്ങൾ നടക്കും എന്നതായിരുന്നു ഭീഷണി. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ പരിശോധനകൾ 2 നടത്തുകയുണ്ടായി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 2 ബാഗുകളും കണ്ടെത്തി. പക്ഷേ പിന്നീട് അത് സ്ഫോടന വസ്തുക്കളല്ല എന്നത് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തെലങ്കാന സ്വദേശിയാണ് ഈ ഭീഷണി സന്ദേശം അയച്ചത് എന്ന പോലീസിന് കൃത്യമായ വിവരം ലഭിക്കുകയും അങ്ങനെ അന്വേഷണ സംഘം തെലങ്കാനയിലേക്ക് എത്തിയതും. എന്തായാലും ഇപ്പോഴും ഇയാൾ ഈ പോലീസിന് പിടികൊടുക്കാതെ പോലീസിനെ വട്ടം കറക്കുകയാണ് എന്നുള്ളതാണ്. അതിലും വാശിയിലാണ് കേരള പോലീസും ഉള്ളത്. കാരണം ഇങ്ങനെ വട്ടം കറക്കുന്ന ഇയാളെ പിടിച്ചതിന് ശേഷമേ എന്തായാലും നാട്ടിലേക്കുള്ളൂ എന്നൊരു വാശിയിലാണ് പോലീസും ഉള്ളത്. ഇയാളുടെ ഉപകരണങ്ങളടക്കം പിടിച്ചെടുത്ത ശേഷമായിരിക്കും ഇദ്ദേഹത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്നതും പോലീസ് പറയുന്നു. സുജിയ. അഷിൻ ഡിയാഗോയാണ് വിവരങ്ങൾ നൽകിയത്. പോലീസിനെ വട്ടം കറക്കി ലൊക്കേഷൻ മാറുന്ന പ്രതിയെക്കുറിച്ചാണ് അഷിൻ പറഞ്ഞത്.